അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1399. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് അവിടുന്ന് പറഞ്ഞു, ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഹീന സാഗത്തി ശംസ്. നിശ്ചയമായും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ച സമയത്ത് പുറപ്പെട്ടു. ഫസല്ല ളുഹറ, നബി തങ്ങൾ അവ്വൽ വഖത്തിൽ തന്നെ ളുഹർ നിസ്കരിച്ചു. ഫലമ്മ സല്ലമ, ളുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം മുട്ടിയപ്പോൾ ഖാമ അലൽ മിമ്പർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി നിന്നു. ഫദക്കറ സാഅ, ഖിയാമത്ത് നാളിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. വദക്കറ അന്ന ബൈന യദൈഹാ ഉമൂറൻ ഇളാമൻ, ആ ഖിയാമത്ത് നാളിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നബി തങ്ങൾ പറഞ്ഞു. ثم قال, പിന്നീട് അവിടുന്ന് പറഞ്ഞു, മൻ അഹബ്ബ അൻ യസ്അല അൻ ഷൈഇൻ ഫൽയസ്അൽ അൻഹു, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിച്ചു കൊള്ളട്ടെ. ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ തസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ അഖ്ബർതുകും ബിഹി മാ ദുംതും ഫി മഖാമി ഹാദാ, നിങ്ങൾ എന്തു ചോദിക്കുകയാണെങ്കിലും ഞാൻ ഈ മഖാമിൽ നിൽക്കുന്ന കാലത്തോളം ആ സമയത്ത് തന്നെ ഞാൻ അതിന് ഉത്തരം നൽകും. എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ. തങ്ങൾ വളരെ ഗൗരവത്തോടുള്ള സംസാരമായിരുന്നു. സ്വഹാബാക്കളൊക്കെ കരഞ്ഞു ഈ സംസാരം കേട്ടപ്പോൾ. റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി നിന്ന് വിനയത്തോടെ പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലൻ വനബിയ്യ എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴാണ് നിമിത്തങ്ങൾ ഒന്ന് ശാന്തമായത്. അവിടുത്തെ ഗൗരവത്തോടുള്ള സംസാരം ആ ഖിയാമത്ത് നാളിനെ കുറിച്ചും അതിൻ്റെ മുന്നോടിയായി വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. എല്ലാം അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു. അവിടുത്തെ വിശാലമായ ആ വിജ്ഞാനം, ആ അറിവ്, അതൊരു തുല്യതയില്ലാത്ത, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി, അവിടുത്തെ ഓരോ വിഷയത്തിലും അവിടുത്തേക്ക് തുല്യമായ വിജ്ഞാനത്തിലോ അവിടുത്തെ സ്വഭാവ മഹിമയിലോ ഏത് വിഷയം എടുത്തു നോക്കിയാലും പകരം വെക്കാനില്ലാത്ത ഒരു അസാധാരണ വ്യക്തിത്വമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. അവിടുത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അവിടുത്തോട് കൂടുതൽ അടുക്കാനും സ്വപ്നത്തിലെങ്കിലും ഒന്ന് നമുക്ക് കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.